ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് രാജ്മ മസാലയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നല്ലൊരു കറിയാണ്. ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ രാജ്മ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് രാജ്മയാണ് കേട്ടോ. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ റെഡിഷ് കളറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രാജ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 വിസിലൊക്കെ തന്നെ പാകത്തിന് കുക്കായി കിട്ടും. ഇത് സാധാരണ നമ്മൾ കടലയൊക്കെ ചെയ്യും പോലെ തന്നെ തലേന്ന് രാത്രി ഒന്നെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കുക, രാവിലെ എടുത്ത് കുക്ക് ചെയ്യുക. ഇനി തലേന്നേ രാത്രി നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 1 വിസിലിനൊക്കെ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോഴെടുത്ത് നമ്മൾ കഴുകിയിട്ട് വേവിക്കുകയാണെങ്കിൽ മാത്രമാണ് കുക്കറിൽ രാജ്മ ഇട്ടതിന് ശേഷം വെള്ളവും ഉപ്പും ചേർത്ത് 5-6 വിസിൽ വേവിക്കേണ്ടി വരുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 ഒണിയനും അതിൻ്റെ കൂടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ചധികം പുളിയുള്ള തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും. ഏകദേശം 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിനകത്തോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഉള്ളിയും തക്കാളിയൊക്കെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ റോസ് സ്മെല്ല് മാറ്റിയിട്ടാണ് ഇതുപോലെ അരച്ചെടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സി നന്നായിട്ടൊന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിക്കുക കേട്ടോ. വേസ്റ്റ് ആക്കണ്ട. ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാവേ. ഹോം മെയ്ഡായിട്ട് പൊടിച്ചത് തന്നെയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ എരിവുണ്ടോ എന്ന് ചോദിച്ചാൽ എരിവുണ്ടും താനും, ഇല്ലേന്ന് ചോദിച്ചാൽ എരിവില്ലേയും താനും, അങ്ങനെയുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ രാജ്മയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിനകത്തോട്ട് വെന്ത് വരുന്ന രാജ്മയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇതിനകത്ത് ഉപ്പും എരിവും പുളിയും എല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ രാജ്മയൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ രാജ്മ വെന്തിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളം ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് രാജ്മ മാത്രം ആക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി രാജ്മയും കൂടി ചേർത്തിട്ട് ഈ കറി ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യും. കൂടെ തന്നെ കുറച്ചധികം മല്ലിയിലയും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കറിയല്ലേ. ചപ്പാത്തിക്ക് എക്സലൻറ്റ് കോമ്പിനേഷനാണ്. രാജ്മയും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡിഷിൻ്റെ കൂടെ സാലഡും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയും രാജ്മ മസാലയും സാലഡും ഒണിയനും കുക്കുംബറും അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും കൂടി ചോപ്പ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പും നാരങ്ങ നീരും കൂടി പൊഴിഞ്ഞൊഴിച്ച് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ ചപ്പാത്തിക്കും രാജ്മ മസാലയുടെയും ഒപ്പം ഈ ഒരു സാലഡും കൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കോംബോയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.